ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നു, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു, ഓക്കെ. വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനും തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനും, പിന്നെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും നിങ്ങളോടുള്ള ഫീലിങ്സും. ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂവേഴ്സ് കടന്നു പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് നൽകണമേ. യൂണിവേഴ്സ് തന്നെ ഇറങ്ങി വന്ന്, ഏഞ്ചൽ തന്നെ വന്ന് ഗൈഡൻസ് ചെയ്യുവാൻ സഹായിക്കണമേ. താങ്ക് യു. നിങ്ങളുടെ സിറ്റുവേഷനാണ്. ഓക്കെ, നമുക്ക് തേർഡ് പാർട്ടിയുടെ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നാൽ ഞാൻ നന്നായി പറയുന്നു. താങ്ക് യു. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എല്ലാം, സ്ട്രെങ്ത് എല്ലാം, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളൊരു പുതിയ ഇലകളൊക്കെ വരെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷമാണെങ്കിലും ശരി തന്നെ പുതുതായിട്ട് തളിരുകൾ വരെയാണ്. ഇതുവരെ അതെല്ലാം വാടിക്കരിഞ്ഞ് നിന്ന് വരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മനസ്സ് ഏറ്റവും നല്ല രീതിയിൽ തളിർത്ത് വരികയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സൺ കാർഡാണ്, നമ്പർ 1 കാർഡാണ്. ഓക്കെ, ഫയർ സൈനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ എന്ത് തന്നെ, ഏത് സിറ്റുവേഷൻ തന്നെയാണ്, ആ സിറ്റുവേഷനെ നിങ്ങൾ ചാടിക്കടക്കുകയാണ്. ഓക്കെ, അതിവേഗം. നൈറ്റാണ്, നൈറ്റ് ഓഫ് വാൻസ്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ കുതിരയുടെ സ്പീഡ് നോക്കുക, ചാടി കടക്കുകയാണ്. നിങ്ങളൊരു ജയാളിയായിട്ടാണ് കടക്കുന്നത്. ഓക്കെ, ഈ കയ്യിലിരിക്കുന്നതും ഈ ഒരു സാധനം തന്നെയാണ്, ഈ വന്നിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ഈ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പം ഗ്രോത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചിരിക്കുകയാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ, വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ തലയിലിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, അത് വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനെയൊക്കെ കടന്നു പോയി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നന്മകൾ വരെയാണ്. നിങ്ങളിപ്പം മജീഷ്യനായി കഴിഞ്ഞു. നമ്പർ 1 ആണ് നിങ്ങളുടെ ലൈഫിൽ. ന്യൂ ബിഗിനിങ്. ഓക്കെ, 12 നമ്പറാണ് വന്നിരിക്കുന്നത്. 3. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ന്യൂ ബിഗിനിങ്. ഇതെല്ലാം ന്യൂ ബിഗിനിങ്ങിൻ്റെ യെല്ലോ കളറാണ്. പോസിറ്റിവിറ്റിയാണ്, ഗ്രോത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ മൊത്തം ഫ്ലവറിങ് ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അഫർമേഷൻ ചെയ്യും. നിങ്ങൾക്ക് ഭയങ്കര അഫർമേഷൻ ശക്തിയുണ്ട്. അതൊന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ എന്താഗ്രഹിച്ചിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കിട്ടിയിരിക്കും. അഫർമേഷൻ എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യുക. നിങ്ങൾ എന്താഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ കിട്ടും. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. നമുക്ക് തേർഡ് പാർട്ടിയുടെ നോക്കാം. ബേർഡനാണ്, ഭയങ്കര ദുഃഖത്തിലും ഭാരത്തിലും പോവുകയാണ്. 10 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ, ഈ ഒരു കുന്ന് നിറച്ച് അവരുടെ ഫ്രണ്ടിൽ മുഴുവനും അവർ ചെന്നെത്താൻ പറ്റാത്ത രീതിയിലുള്ള കുന്നാണ്, മലയാണ്. ഈ ഭാരവും വഹിച്ചുകൊണ്ട് അവർക്ക് ഇത് കടന്ന് വേണം പോകാൻ. ഓക്കെ, അത് സാമ്പത്തികമായിട്ട് അവരിപ്പോൾ ഒരുപാട് പ്രോബ്ലത്തിൽ കൂടിയാണ് പോകുന്നത്. കാരണം ഇവിടെ ബേർഡൻ ആയതുകൊണ്ട് സാമ്പത്തികമായിട്ടും ബേർഡൻ തന്നെയാണ് അവർ അനുഭവിക്കുന്നത്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്ന കാർഡ് പോസിറ്റീവ് കാർഡല്ല, നെഗറ്റീവ് കാർഡ് ആയതുകൊണ്ട് ഇവിടെ ബേർഡനാണ് അനുഭവിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നൈറ്റ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻഡിക്കിൾ ആകുമ്പോഴത്തേക്ക് അവർക്കൊന്നിലും സ്റ്റാർട്ടിങ് ട്രബിള്, ഒരു ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്താണ് വന്നിരിക്കുന്നത്. അവർക്ക് പെൻഡിക്കിൾ, അവർക്ക് എങ്ങോട്ടാണ് ലക്ഷ്യമില്ല. ഓക്കെ, അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയുന്നില്ല. അടുത്തത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് ഉള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സാണ് എൻ്റെ വ്യൂവേഴ്സിനോട് പേഴ്സണുള്ളത്?
താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സണുള്ള ഫീലിങ്സാണ്. ഓക്കെ, പേജ് ഓഫ് പെൻഡിക്കിളാണ്. അഫർമേഷൻ ചെയ്യുകയാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അഫർമേഷൻ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് തേർഡ് പാർട്ടിയുടെ അടുത്ത് നോക്കാം. തേർഡ് പാർട്ടിയോട് പേഴ്സണുള്ള ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയാണ്. ഓക്കെ, 3 ഓഫ് കപ്പാണ് കാണിക്കുന്നത്. നോക്കട്ടെ നിങ്ങളോടുള്ള ഫീലിങ്സ്. വേൾഡാണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, നിങ്ങളിലേക്ക് പഴയ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഉണ്ടാക്കണം. പക്ഷേ അവർക്ക് ഭയമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളാക്കി പോയതിനെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് മെൻ്റൽ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് അടികൂടിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഓർക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും മെൻ്റൽ കോൺഫ്ലിക്റ്റ് അവർക്കുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 21, 5. ഓക്കെ, 3 നമ്പറാണ് വന്നിരിക്കുന്നത്. ഇവിടെയും 3 നമ്പറാണ്. 3 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, 3 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. ലിയോ വന്നിട്ടുണ്ട്. ലിയോയും ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തേർഡ് പാർട്ടിയുടെ അടുത്ത് നോക്കാം. തേർഡ് പാർട്ടിയുടെ അടുത്ത് 9 ഓഫ് കപ്പ് എന്ന് പറയുന്നത് 9 ഓഫ് കപ്പ് റിവേഴ്സാണ് വന്നിരുന്നത്. ഓക്കെ, 5 ഓഫ് പെൻഡിക്കിളാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയി. തേർഡ് പാർട്ടിയുടെ അടുത്തുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് 9 ഓഫ് കപ്പ് ആണെന്നും പറഞ്ഞ് വന്നതാണ്. 9 ഓഫ് കപ്പ് റിവേഴ്സ് ആയിരുന്നു. 9 ഓഫ് കപ്പ് എന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷേ അവർക്ക് ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണ് സാമ്പത്തികമായും മാനസികമായും എല്ലാം നഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഓക്കെ, ഒരു ഡിപ്രഷനാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം സ്വപ്നം കണ്ട് വന്നതാണ്. അതൊന്നും ലഭിച്ചില്ല. ഒരുപാട് സ്നേഹമാണ് തേർഡ് പാർട്ടി തരുന്നതെന്നും ഒരു നല്ലൊരു ഫാമിലി ലൈഫിൽ ലഭിക്കുമെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കി, നിങ്ങളുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി, നിങ്ങളുമായിട്ടുള്ളത് സർവ്വതും സ്റ്റോപ്പ് ചെയ്ത് അടിയോടി നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും പെയിൻ വരുമ്പോഴത്തേക്ക് തേർഡ് പാർട്ടി കാർഡാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി, നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഒരു ലവ് അഫെയർ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഒരു ലവ് അഫെയർ ഉണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞതോടുകൂടി ഈ എല്ലാം എടുത്ത് ചുറ്റിക്കെട്ടി വെച്ചിരുന്ന കപ്പുകളെല്ലാം എടുത്ത് പറന്നു പോവുകയാണ്. ഇനി അതൊന്നും പിടിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിക്ക് ഒരു സ്നേഹവുമില്ല. സ്നേഹം മുഴുവനും അവരുടെ ഒരു ലവ് അഫെയർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റു ഫ്രണ്ട്സുകളോടാണ് താല്പര്യമെന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞതോടുകൂടി നിങ്ങളുടെ പേഴ്സൺ തകർന്ന അവസ്ഥയിലാണ്. ഓക്കെ, ചിലപ്പം സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അവർക്ക് പുറത്ത് പോകാൻ എങ്ങനെ പുറത്ത് വരും? നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് വളരെ വഴക്കും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങളടുത്തും വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ, ഏത് ഫേസിൽ നിങ്ങളടുത്ത് വരും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഫ്യൂച്ചറിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഫ്യൂച്ചർ സിറ്റുവേഷൻ എന്തായിരിക്കും? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ സിറ്റുവേഷൻ എന്തായിരിക്കും? ഓക്കെ, ഫ്യൂച്ചർ സിറ്റുവേഷനാണ്. ഇവിടെ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചർ സിറ്റുവേഷൻ എന്തായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ സിറ്റുവേഷൻ എന്തായിരിക്കും? ഇവിടെ ഒരു സെലിബ്രേഷൻ കാർഡാണ് വന്നിരിക്കുന്നത്. മാരേജ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു
ഇവിടെ എന്തായാലും പോസിറ്റീവ് കാർഡ് വന്നതുകൊണ്ട് ഇത് റിവേഴ്സ് വന്നിരുന്നാലും റിവേഴ്സ് എടുക്കാൻ പറ്റില്ല. കാരണം കൂടെ വരുന്ന കാർഡിനോട് അനുബന്ധിച്ചാണ് ഞാൻ കാർഡ് റീഡ് ചെയ്യുന്നത്. ഞാൻ റിവേഴ്സ് ഒറ്റ കാർഡാണെങ്കിലേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ റിവേഴ്സ് കാർഡ് എടുക്കത്തില്ല. ഓക്കെ, കൂടെ വരുന്നത് നെഗറ്റീവ് കാർഡ് ആണെങ്കിൽ മാത്രം ഞാൻ റിവേഴ്സ് എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ പോസിറ്റീവാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷനാണ് വരുന്നത്, ഒരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്, ഒരു മാരേജാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തങ്ങളിലുള്ള ഒരുമിച്ചുള്ള ഒരു സന്തോഷമാണ് വരുന്നത്. എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി മൂമെൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ, ഓക്കെ, സ്റ്റെബിലിറ്റി ഇല്ലാതെ നിങ്ങളുടെ നിന്നിരുന്നെങ്കിൽ ആ ഒരു ചന്ദ്രൻ മാറി നിങ്ങളിലേക്കൊരു പൂർണ്ണ സൂര്യൻ വരികയാണ്. ഓക്കെ, ഒരു സൂര്യനും ചന്ദ്രനും കൂടി ചേർന്നതാണ്. അപ്പം ആ ഒരു ഇതും കർത്തവാവ് മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പൂർണ്ണ സൂര്യനായിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഓക്കെ, ഇതിൻ്റെ പകുതി നോക്കണം, പകുതിയാണ്, പകുതി നല്ല പൂർണ്ണ അതായിട്ട് നിൽക്കുകയാണ്, പകുതിയാണ്. ഇത് മൂണിൻ്റെ കാർഡാണെങ്കിലും പകുതി ഇമോഷനും പകുതി സന്തോഷവുമാണ്. അപ്പം ഇവിടെ രണ്ട് കാർഡും സന്തോഷത്തിൻ്റെ കാർഡ് വന്നതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് ഇമോഷൻ മാറി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സന്തോഷം വരും. പോസിറ്റീവുകളാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനെല്ലാം മറ്റേ ആൾക്കാരെല്ലാം നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബാലൻസ് ഇല്ലാതെ ഇട്ടുണ്ടെങ്കിൽ അതെല്ലാം ബാലൻസിലേക്ക് വരും. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാകും. ഓക്കെ, ഫിസിക്കലി അട്രാക്ഷൻ എല്ലാം നിങ്ങളുടെ ആ ഒരു സമയത്ത് ഉണ്ടാകുകയും നിങ്ങൾ ഒരുമിക്കുകയും ഒക്കെ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ കൺട്രോളിലോട്ട് നിങ്ങളുടെ പേഴ്സൺ എത്തും. ഓക്കെ, ഇവിടെ എന്തെന്ന് നോക്കാം. തേർഡ് പാർട്ടിയോട് എന്താണ് ഫ്യൂച്ചറിലെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഹൈ പ്രീസ്റ്റസ് വരും. ഹൈ പ്രീസ്റ്റസ് വരുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ ഒരു തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ആ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്നും രക്ഷ നേടും. കാരണം അവിടെ നിൽക്കാതെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യും. കാരണം 3 ഓഫ് വാൻഡ്സ് ആണ്. അവിടെ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യും. പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ന്യൂ ബിഗിനിങ് ആണ്, നിങ്ങൾക്കൊരു ഓഫർ തരണം എന്നുള്ളൊരു പ്ലാൻ നേടി അവിടെ നിന്ന് വരികയും ഹാപ്പി ഫാമിലി നിങ്ങളോടൊപ്പമാണ്. ഇവിടെ എന്തായിരുന്നാലും ഹാപ്പി ഫാമിലി എന്നുള്ളത് കാണുന്നില്ല. ഓക്കെ, 10 ഓഫ് കപ്പാണ്. ഇവിടെ എന്തായാലും തേർഡ് പാർട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് അവരാരാണ് സ്നേഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് തേർഡ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മറ്റൊരു വ്യക്തിയുണ്ട്. ഇവിടെ 3 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 3 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മൂന്നാമതൊരു വ്യക്തിയും കൂടി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ കൂടാതെ മറ്റൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി ഹാപ്പിയാകും. അതോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യും. ഓക്കെ, ഫ്യൂച്ചറിൽ അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മെസ്സേജും കൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സണ് എന്താണ് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, താങ്ക് യു നോസ്, 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 താങ്ക് യു നോസ്. നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, തേർഡ് പാർട്ടിയോട് എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ. തേർഡ് പാർട്ടിയോട് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, എനിക്ക് നിന്നോട് സെയിം ഫീല് തന്നെയാണുള്ളത്. നിങ്ങളെ കണ്ട സമയത്ത് അന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. പിണങ്ങി നിന്ന് എന്ന് വിചാരിച്ച് ഒരു മാറ്റവും ഇല്ല. ആ ഒരു ഫീലിങ്സും കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. കം ബാക്ക് ഇൻ മൈ ലൈഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ വലിയ മെസ്സേജ് ഇല്ല. ന്യൂ ബിഗിനിങ്ങും കാര്യങ്ങളൊക്കെ വരെയാണ്. നിങ്ങളോട് ലൈഫിലോട്ട് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തേർഡ് പാർട്ടിയെ വിട്ടു പോകുന്ന സമയത്ത് ഉണ്ടായ ആ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ മനസ്സിൽ ഉണ്ട്. എങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന്.
ഐ ആം ഡൺ വിത്ത് യു. നിങ്ങളിൽ നിന്ന് അവർ വിട്ടു പോയത് അവരുടെ പ്രാധാന്യം എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു പോയതെന്നാണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, നമുക്കിനി തേർഡ് പാർട്ടിക്കുള്ള മെസ്സേജ് കൂടി നോക്കാം. തേർഡ് പാർട്ടിയുടെ സ്വപ്നങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നുണ്ടായിരിക്കാം. ആ സ്വപ്നങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ബേർഡൻ ആണ് എന്നുള്ള കാര്യമാണ്. ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. അതിന് അതേ ഉത്തരം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ബേർഡൻ ആണ് വരുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവരുടെ അടുത്ത് സോറി പറയാണ്. എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, കാരണം ഡൗട്ട് തോന്നാനുള്ള വഴി എന്ന് പറഞ്ഞാൽ അവിടെ തേർഡ് പാർട്ടി ഉണ്ട് ഓൾറെഡി. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടും നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത് സോറി പറയുന്നത് മെസ്സേജിൽ. ഓക്കെ, അടുത്ത നോക്കാം. നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് തേർഡ് പാർട്ടി അടുത്ത്, എന്നെ ഇനി നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം അവിടുത്തെ തേർഡ് പാർട്ടിയുടെ കാര്യം നിങ്ങളുടെ പേഴ്സണ് കുറേയൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ ഇടയ്ക്ക് ചോദിക്കുകയും അത് ചോദിക്കുമ്പോഴത്തേക്ക് തോന്നലാണെന്നും അതാണെന്നും പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണ്. എങ്കിലും നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുകയാണ്, എന്നെ ഇനി നിനക്ക് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ആൾക്കാർ അവിടെ ലൈഫിലുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സണ് ഡൗട്ട് തോന്നി തുടങ്ങി. മറ്റ് ചില വ്യക്തികൾ ഒരു നല്ല റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫ്രണ്ടായിട്ടോ അങ്ങനെ കൂടെ കൊണ്ടുപോകുമായിരിക്കാം. നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കാണത്തില്ലെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് തന്നെ അവർ ഈ ഒരു തേർഡ് പാർട്ടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഞാൻ വിട്ടുപോകുന്നില്ല, ഫ്രണ്ട്ഷിപ്പൊക്കെ കാണും, പക്ഷേ എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിരിക്കുന്നത്. ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ പോകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെസ്സേജ്. നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ളതാണ്, ഒന്നും നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നെഗറ്റീവാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് എൻ്റെ വ്യൂസിലോട്ട് മടങ്ങി വരുന്നതിന് എന്ത് കാര്യമാണ് എൻ്റെ വ്യൂസ് ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കാര്യമാണ് എൻ്റെ വ്യൂസ് ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങളതല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ സോളിനെ അന്വേഷിക്കുക. ഓക്കെ, ദ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സോളിനെ അന്വേഷിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സോളിനെ അന്വേഷിക്കുക, നിങ്ങളുടെ സോളിനെ സ്നേഹിക്കുക. ഓക്കെ, ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സോളിനെ സന്തോഷപ്പെടുത്തുക, സോളിനെ സ്നേഹിക്കുക. ഓക്കെ, സോളിനെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണും നിങ്ങളും എന്നുള്ള രീതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോളിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുന്നത് തന്നെയാണ് നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഞാൻ ഡെയിലി പറയുന്ന കാര്യമാണ്. നിങ്ങൾ പേഴ്സൺ എപ്പോൾ വരും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും നിങ്ങൾ മറക്കുക. ആ ഒരു കാര്യത്തെക്കുറിച്ച് സിറ്റുവേഷൻ ചെയ്യുക,
സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക, യൂണിവേഴ്സിന് താങ്ക്സ് പറയുക, ദൈവത്തെ സ്നേഹിക്കുക. ഓക്കെ, സ്വന്തം ആത്മാവിനെ സ്നേഹിക്കുക, സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, ഇതാണ് പറയുന്നത് യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് നോക്കാം. എച്ച് വന്നിട്ടുണ്ട്, ആർ വന്നിട്ടുണ്ട്, ഇസഡ് ഉണ്ട്, ആർ പി ഇസഡ്, എല്ല് വന്നിട്ടുണ്ട്, എല്ല് വന്നിട്ടുണ്ട്. നമ്പേഴ്സ് പറയട്ടെ. വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 21, 5, 3, 1, 3 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 1 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാർഡിൽ WM ാണ് വന്നിരിക്കുന്നത്. പി വന്നിട്ടുണ്ട്, ജനുവരി, ഏപ്രിൽ, മാർച്ച്, മെയ് വന്നിരിക്കുന്ന നമ്പേഴ്സ് 19, 8, 2, 49. ഓക്കെ, 49 ആകുമ്പോഴത്തേക്ക് 49 വന്നിട്ടുണ്ട് കേട്ടോ, 49. പിന്നെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 6 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ നോക്കാം. തേർഡ് പാർട്ടിക്ക് ലെറ്റേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് മാച്ച് ആവുന്നത് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന തേർഡ് പാർട്ടി ആണെങ്കിൽ 3 നമ്പർ വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്, 3 ആവർത്തിച്ച് തേർഡ് പാർട്ടി ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 32 വന്നിട്ടുണ്ട്, 65 വന്നിട്ടുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ വയസ്സായിരിക്കാം, കാരണം ഫാമിലി വീട്ടിലാരെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിൽ 65 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 1 ഇവിടെ വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് WP WP. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ്. ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചും തേർഡ് പാർട്ടിയെക്കുറിച്ചും എന്തെങ്കിലും ഒരു ചെറിയ അറിവെങ്കിലും നിങ്ങൾക്ക് എൻ്റെ റീഡിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ കൂടി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സഹായിക്കുക. ഓക്കെ, താങ്ക് യു.